ഈ ഉച്ചഭാഷിണിയുടെ ശബ്ദപരിധിയിൽ ഈ ഗ്രാമത്തിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന നല്ലവരായ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിലുള്ള ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ ഞങ്ങൾ പ്രാരംഭമായി അറിയിക്കുകയാണ്. ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ ഈ ഗ്രാമത്തിൽ വന്ന് നിങ്ങളെ അഭിസംബോധന ചെയ്യുവാൻ, നിങ്ങളോട് സംസാരിക്കുവാൻ ലഭിച്ച അവസരങ്ങൾക്കായിട്ട് ഞങ്ങൾ സന്തോഷമുള്ളവരാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങളുടെ സഹകരണം ഞങ്ങൾക്ക് കൂടുതൽ സന്തോഷമായിരുന്നു. നമുക്കറിയാം, ഇന്ന് ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം സന്തോഷത്തോടെ, സമാധാനത്തോടെ, സ്നേഹത്തോടെ ജീവിക്കുക എന്നുള്ളതാണ്. ഇന്ന് നമ്മുടെ രാജ്യത്ത് ഒട്ടനവധി നേട്ടങ്ങളുണ്ട്, വളർച്ചകൾ നമ്മൾ കൈവരിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലകളിലും അതുപോലെ തന്നെ ശാസ്ത്ര സാങ്കേതിക മേഖലകളിലുമൊക്കെ, കണ്ടുപിടുത്തങ്ങളിലൊക്കെ, ടെക്നോളജികളിലൊക്കെ വളർച്ചകൾ കൈവരിച്ചിരിക്കുന്ന ഒരു നാടാണ് നമ്മുടെ ഭാരതം, നമ്മുടെ കേരളം എന്നുള്ളതിൽ നമ്മൾക്ക് അഭിമാനമുണ്ട്. എന്നാൽ ഇന്ന് അതുപോലെ തന്നെ വളർച്ചകൾ പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊലപാതകങ്ങൾക്കും മദ്യപാനികളുടെ എണ്ണങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. കുടുംബ തകർച്ചകൾ വളർന്നുകൊണ്ടിരിക്കുന്നു. ആത്മഹത്യകളുടെ എണ്ണങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ വിവിധ തരത്തിലുള്ള അഴിമതികളും അക്രമ സംഭവങ്ങളും നമ്മുടെ നാട്ടിൽ ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. കാളവണ്ടി യുഗത്തിൽ നിന്നും കമ്പ്യൂട്ടർ യുഗത്തിലേക്ക് മനുഷ്യൻ വളർന്നു. ശിലായുഗത്തിൽ നിന്നും കൃപായുഗത്തിലേക്ക് മനുഷ്യൻ വളർന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എവറസ്റ്റിനെ മനുഷ്യൻ കീഴടക്കുന്നു. റോബോട്ട് മനുഷ്യനുകളെ മനുഷ്യൻ നിർമ്മിച്ച് മനുഷ്യന് പകരം പ്രവർത്തിപ്പിക്കുന്നു എന്നുള്ളതൊക്കെ യാഥാർത്ഥ്യമാണ്. പക്ഷെ എന്നിരുന്നാലും ഇന്നും നമ്മുടെ സമൂഹത്തിൽ ധാർമ്മിക അധപതനങ്ങൾ മനുഷ്യജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൽ ആർക്കും യാതൊരുവിധമായ തർക്കങ്ങളുമില്ല. സാമൂഹിക തിന്മകൾ ഓരോ ദിവസവും നമ്മുടെ നാട്ടിൽ വളർന്നുകൊണ്ടിരിക്കുന്നു. മനുഷ്യന്റെ ധാർമ്മികമായ തകർച്ചകൾ നമ്മൾ കാണുവാനിടയായിത്തീരുന്നു. ധാർമ്മിക തകർച്ചകൾ എന്ന് പറഞ്ഞാൽ എന്താ? മാതാപിതാക്കളും മക്കളുമായിട്ടുള്ള ആ ബന്ധത്തിന് തകർച്ചകൾ സംഭവിച്ചിരിക്കുന്നു. ഗുരുശിഷ്യ ബന്ധത്തിന് തകർച്ചകൾ സംഭവിച്ചിരിക്കുന്നു. ദൈവവും മനുഷ്യനുമായിട്ടുള്ള ആ ബന്ധത്തിന് തകർച്ചകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇന്നത്തെ ഈ നൂറ്റാണ്ടിൽ നമ്മൾ നോക്കിയാൽ നമ്മുടെ ചുറ്റുപാടുകളിൽ ധാർമ്മികതകൾ തകർന്നുകൊണ്ട് ഇന്ന് കൊലയും അക്രമ സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമുക്കറിയാം, ഒരു കാലഘട്ടത്തിൽ കുടുംബ കോടതികളുടെ എണ്ണങ്ങൾ നമ്മുടെ നാട്ടിൽ കുറവായിരുന്നു. പക്ഷെ ഇന്ന് കുടുംബ കോടതികളുടെ എണ്ണങ്ങൾ ഓരോ വർഷത്തിൽ തന്നെ നമ്മുടെ നാട്ടിൽ ഓരോ ജില്ലകളിലും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമുക്കറിയാം, ഓൾഡ് ഏജ് ഹോമുകളുടെ എണ്ണങ്ങൾ നമ്മുടെ കേരളത്തിൽ അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. കാരണം എന്താ? ഓൾഡ് ഏജ് ഹോമുകളുടെ എണ്ണങ്ങൾ വർദ്ധിക്കാൻ കാരണം പഠിപ്പിക്കുന്ന ജന്മം കൊടുത്ത കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കളെ സ്നേഹിക്കുവാനോ, ആ മാതാപിതാക്കളെ കരുതുവാനോ, മാതാപിതാക്കളെ പരിപാലിക്കുവാനോ സമയമില്ലാത്ത സന്ദർഭങ്ങളില്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെ നമ്മുടെ നാട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ദൈവത്തിന്റെ സ്വന്തം നാടായ നമ്മുടെ കേരളത്തിൽ ഇന്ന് ഓൾഡ് ഏജ് ഹോമുകളുടെ എണ്ണങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നു. ഓർഫനേജുകളുടെ എണ്ണങ്ങൾ അത് കൂടിക്കൊണ്ടിരിക്കുന്നു. അനാഥശാലകൾ കൂടിക്കൊണ്ടിരിക്കുന്നു. കാരണം എന്താ? ഇന്ന് നമുക്കറിയാം, വേദപുസ്തകത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്: പെറ്റ തള്ളവന്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ ഒരിക്കലും മറക്കുകയില്ലെന്ന്. എന്നാൽ ഇന്നത്തെ കാലഘട്ടങ്ങളിൽ ജന്മം കൊടുത്ത അമ്മമാർ തന്നെ സ്വന്തം കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കുന്ന ഒരു കാലഘട്ടങ്ങൾ, അനാഥശാലകളുടെ എണ്ണങ്ങൾ നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടങ്ങൾ. അപ്പൊ എന്തുകൊണ്ട് നോക്കിയാലും ഇന്നത്തെ കാലഘട്ടം മനുഷ്യൻ ധാർമ്മികതകൾ തച്ചുടച്ചു കളഞ്ഞ് ദൈവഭയം നഷ്ടപ്പെട്ടവരായി മദ്യപാനത്തിലും മയക്കുമരുന്നുകളിലും ലഹരികളിലുമൊക്കെ അടിമപ്പെടുമ്പോൾ എല്ലാ കാലത്തിലും ഇല്ലാത്ത രോഗങ്ങളുടെ അവസ്ഥകളിലൂടെ മനുഷ്യൻ കടന്നു പോകുന്നു. നിങ്ങളുടെ വാഹനത്തിന്റെ ഫ്രണ്ടിൽ തൂക്കിയിട്ടിരിക്കുന്ന ഫ്ലെക്സ് ബോർഡിൽ ചില രോഗങ്ങളുടെ പേരുകളും ചിത്രങ്ങളും നമുക്ക് കാണുവാനും കഴിയുന്നുണ്ട്. അപ്പൊ എങ്ങനെ ഒരു മനുഷ്യ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള രോഗങ്ങൾ കടന്നു വരുവാനിടയായി തീരുന്നു? നമുക്കറിയാം, ഇന്ന് നാട്ടിൽ ഓരോ താലൂക്കുകളിലും തന്നെ മൾട്ടി സ്പെഷ്യലാലിസ്റ്റ് ഹോസ്പിറ്റലുകൾ നമ്മുടെ നാട്ടിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഹോസ്പിറ്റലുകളുടെ എണ്ണങ്ങൾ കൂടിയത് കൊണ്ടോ, ഡോക്ടർമാരുടെ എണ്ണങ്ങൾ കൂടിയത് കൊണ്ടോ, വൈദ്യശാസ്ത്രം വളർന്നത് കൊണ്ടോ രോഗികളുടെ എണ്ണത്തിന് കുറവുകൾ സംഭവിക്കുന്നുണ്ടോ? എയ്ഡ്സ് രോഗികളുടെയും
കിഡ്നി രോഗികളുടെയും ക്യാൻസർ രോഗികളുടെയും ഹാർട്ട് രോഗികളുടെയും അൾസർ രോഗികളുടെയും അങ്ങനെ വിവിധ തരത്തിലുള്ള രോഗികളുടെ എണ്ണങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ കാരണം എന്താണ്? ഈ രോഗങ്ങൾ പടരുന്നതിന്റെ കാരണം ഒരു ഭാഗത്ത് നമ്മൾ ചിന്തിച്ചാൽ, മനുഷ്യൻ കുടിക്കാൻ പാടില്ലാത്തത് കുടിക്കുമ്പോൾ, കഴിക്കാൻ പാടില്ലാത്തത് കഴിക്കുമ്പോൾ, ശ്വസിക്കാൻ പാടില്ലാത്തത് ശ്വസിക്കുമ്പോൾ. നമുക്കറിയാം, നമുക്ക് മനുഷ്യന് ദൈവം മൂക്കിൽ 2 ഓട്ടകൾ തന്നിട്ടുണ്ട്. അത് എന്തിനു വേണ്ടിയാണ്? അത് നമുക്ക് ഓക്സിജൻ അകത്തേക്ക് വലിച്ചു കയറ്റുവാനും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിട്ട് ജീവൻ നിലനിർത്തേണ്ടതിന് വേണ്ടിയാണ്. ദൈവം നമുക്ക് നല്ലൊരു വായ തന്നിട്ടുണ്ട്. നാക്കതിലുണ്ട്, പല്ലതിലുണ്ട്. എന്തിനാണ് ദൈവം ഈ വായ തന്നിരിക്കുന്നത്? മനുഷ്യന് നല്ല ആഹാരം കഴിക്കുവാനും നല്ല വാക്കുകൾ സംസാരിക്കുവാനും മറ്റു മനുഷ്യരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടിയാണ് ദൈവം ഈ വായ മനുഷ്യന് തരുവാനിടയായി തീർന്നിരിക്കുന്നത്. അപ്പോൾ ഈ വായ കൊണ്ട് കഴിക്കേണ്ട ആഹാരമുണ്ട്. അപ്പോൾ അതുകൊണ്ട് മൂക്ക് കൊണ്ട് ശ്വസിക്കേണ്ട വായുവുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ മൂക്ക് കൊണ്ട് നാം ശ്വസിക്കുന്ന ഓക്സിജൻ അകത്തേക്ക് വലിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുകയും ചെയ്യാൻ വേണ്ടി ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന ഈ മൂക്കിലൂടെ നമുക്കറിയാം, മാരകരമായ പൊടി അകത്തേക്ക് വലിച്ചു കയറ്റിയാൽ നമുക്ക് ദൈവം വന്നിരിക്കുന്ന ഈ വായിൽ കഴിക്കാൻ പാടില്ലാത്ത ലഹരി പദാർത്ഥങ്ങൾ നമ്മൾ അകത്തേക്ക് കഴിക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തിലെ സെല്ലുകൾക്കും ധമനികൾക്കും നാഡീഞരമ്പുകൾക്കും അസ്ഥികൾക്കും താങ്ങാൻ കഴിയാതെ, ശരീരത്തിലെ അവയവങ്ങൾക്ക് അത് സഹിക്കുവാൻ കഴിയാതെ വിവിധ തരത്തിലുള്ള രോഗങ്ങൾ നമ്മുടെ ശരീരത്തിൽ പടർന്നു പിടിക്കുവാനിടയായി തീരുന്നു. ഹാർട്ട് രോഗങ്ങളും കിഡ്നി രോഗങ്ങളും TB രോഗങ്ങളും ഇന്നും നമ്മുടെ സമൂഹത്തിൽ പടർന്നുകൊണ്ടിരിക്കുന്ന അതിമാരകരമായ രോഗമാണ് ഷുഗറും പ്രഷറും ഒക്കെ. അപ്പോൾ ഇന്ന് ഇത്തരത്തിലുള്ള രോഗങ്ങൾ പടരുന്നതിന്റെ മൂലമായ കാരണം, ഇന്ന് നമ്മുടെ സമൂഹത്തിലേക്ക് കണ്ണോടിച്ചു നോക്കിയാൽ എവിടെയും വിഷാംശം നിറഞ്ഞ പദാർത്ഥങ്ങളാണ് നമുക്ക് ലഭിക്കുവാനിടയായി തീരുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? നമുക്കറിയാം, വേദപുസ്തകത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്: ദൈവം മനുഷ്യനെ നേരുള്ളവനായി സൃഷ്ടിച്ചു, മനുഷ്യൻ അനേക സൂത്രങ്ങളെ കണ്ടുപിടിച്ച് വരുവാനിടയായി തീരുന്നു. എന്തിനു വേണ്ടിയാ? പണമുണ്ടാക്കുവാൻ വേണ്ടി, പേരുണ്ടാക്കുവാൻ വേണ്ടി, അധികാരത്തിനു വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി. ഇന്ന് മനുഷ്യൻ പേരിനും പ്രശസ്തിക്കും അധികാരത്തിനും സ്ഥാനമാനത്തിനും വേണ്ടി, പണത്തിനും വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു കാലഘട്ടത്തിലൂടെ നമ്മുടെ നാട് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു ഭാഗത്ത് നമ്മൾ നോക്കിയാൽ വികസനങ്ങളുണ്ട്, വളർച്ചകളുണ്ട്, അഭിമാനകരമായ നേട്ടങ്ങൾ നമ്മൾ കൈവരിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസം വളർന്നുകൊണ്ടിരിക്കുന്നു, ടെക്നോളജികൾ വളർന്നുകൊണ്ടിരിക്കുന്നു, ശാസ്ത്ര യുഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു, കണ്ടുപിടുത്തങ്ങളുടെ പടവുകൾ മനുഷ്യൻ ചവിട്ടിക്കയറിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ മറുഭാഗത്ത് മനുഷ്യൻ ധാർമ്മികമായി തകരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു കാലഘട്ടങ്ങളിൽ നമ്മുടെ നാട്ടിൽ കൂട്ടുകുടുംബ സമ്പ്രദായ ബന്ധമൊക്കെ ഉണ്ടായിരുന്നു. മാതാപിതാക്കളും മക്കളും കൊച്ചുമക്കളും ഒക്കെ ഒരുമിച്ച് താമസിച്ചുകൊണ്ട് സ്നേഹത്തോടെ, ദൈവഭയത്തോടെ ആ സാഹോദര്യ സ്നേഹം നിലനിർത്തിയിരുന്ന ഒരു കാലഘട്ടം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ അവസ്ഥകളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. വിദ്യാഭ്യാസങ്ങൾ വളർന്നു, ടെക്നോളജികൾ വളർന്നു, കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം വളർന്നു. നമ്മളെ പോലെയല്ല ഇന്നത്തെ കുഞ്ഞുങ്ങളൊക്കെ പഠിച്ചു. പക്ഷേ വിവാഹം കഴിഞ്ഞാൽ 10 ദിവസത്തിനുള്ളിൽ അവർ വേറൊരു ഭവനത്തിലേക്ക് മാറുന്നു, സ്വന്തമായിട്ട് ജീവിക്കുവാനൊരു താല്പര്യം. അപ്പോൾ അന്നത്തെ കുടുംബ സ്നേഹബന്ധ സമ്പ്രദായമൊക്കെ തച്ചുടച്ച് കളന്ന് ഇന്ന് അണുകുടുംബത്തിലേക്ക് സമൂഹം മാറുവാനിടയായി തീർന്നു. അപ്പോൾ കാലഘട്ടത്തിന്റെ മാറ്റത്തിനനുസരിച്ച് മനുഷ്യന്റെ സ്വഭാവവും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ കാലഘട്ടമൊക്കെ നമുക്ക് തരുന്ന ഒരു മുന്നറിയിപ്പ് ഉണ്ട്. ഞങ്ങളുടെ കയ്യിലെ ഈ ട്രാക്റ്റിൽ ഒരു വരി ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: മുന്നറിയിപ്പുകളെ അവഗണിക്കരുത്. അപ്പൊ ഇന്ന് നമ്മുടെ ചുറ്റുപാടുകളിൽ കാണുന്ന ഈ സംഭവങ്ങളൊക്കെ എന്തിന്റെ സംഭവങ്ങൾ? മനുഷ്യന്റെ ക്രൂര സ്വഭാവം, അതുപോലെ ടെക്നോളജികളുടെ വളർച്ചകൾ, കണ്ടുപിടുത്തങ്ങളുടെ വളർച്ചകൾ, പ്രകൃതിയുടെ പ്രതിഭാസങ്ങൾ. ഇന്നും നമ്മുടെ നാട്ടിൽ മഴയാണെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ കൊടും ചൂടാണ്, വേറെ രാജ്യത്തും മണ്ണിടിച്ചിലാണ്. അപ്പൊ ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും പകർച്ചവ്യാധികളും മണ്ണിടിച്ചിലുകളും സുനാമികളും എന്ന് വേണ്ട കാട്ടുതീയുടെ ശല്യങ്ങൾ, വിവിധ തരത്തിലുള്ള പ്രകൃതിയുടെ പ്രതിഭാസങ്ങൾ നമുക്ക് ഈ കാലഘട്ടങ്ങളിൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പൊ ഈ പ്രകൃതിയുടെ പ്രതിഭാസങ്ങളും മനുഷ്യന്റെ ക്രൂര സ്വഭാവങ്ങളും ടെക്നോളജികളുടെ വളർച്ചകളും ഇതൊക്കെ നാം അത് പരിശോധിച്ചു നോക്കിയാൽ ഇതെല്ലാം ഒരു മുന്നറിയിപ്പാണ്. അതുകൊണ്ട് ഈ ഗ്രാമത്തിൽ ഞാൻ നിങ്ങളോട് അറിയിക്കുന്ന ഈ സുവിശേഷ സന്ദേശവും ഒരു മുന്നറിയിപ്പാണ്. എന്തിന്റെ മുന്നറിയിപ്പാണ്? ലോകം അതിന്റെ അന്ത്യത്തിലേക്ക്
എത്തിക്കൊണ്ടിരിക്കുന്നു. കാലസംഭവങ്ങളൊക്കെ പറയുന്നു, കാലം ഇനി നമ്മുടെ മുമ്പിൽ ഏറെയില്ല. അപ്പൊ ലോകം അതിന്റെ അവസാനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ ഒരു മുന്നറിയിപ്പാണ് നമുക്ക് ഈ കാലഘട്ടങ്ങളിൽ കാണുവാൻ തക്കവണ്ണം ഇടയായി തീരുന്നത്. അങ്ങനെയാണെങ്കിൽ എന്റെ മുമ്പിൽ നിൽക്കുന്ന മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, ഞാൻ നിങ്ങൾ ഓർപ്പിക്കട്ടെ, ലോകം അതിന്റെ അന്ത്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ ലോകത്തിലെ മനുഷ്യ ജീവിതത്തിൽ സംഭവിക്കുവാനിരിക്കുന്ന സംഭവങ്ങൾ എന്താണ്? നമുക്കറിയാം, ഇന്ന് സുനാമി നമ്മുടെ നാട്ടിൽ കടന്നു വന്നാൽ, അല്ലെങ്കിൽ മണ്ണിടിച്ചിലുകളോ ജലപ്രളയങ്ങളോ അല്ലെങ്കിൽ പ്രകൃതിയുടെ പ്രതിഭാസങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ കടന്നു വരുമ്പോൾ നമ്മളെ രക്ഷിക്കുവാനായിട്ട് നമുക്കറിയാം വിവിധ കർമ്മസേനകൾ കടന്നു വന്ന് വീടില്ലാത്തവർക്ക് വീടും അല്ലെങ്കിൽ വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രവും, നമുക്കറിയാം ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലേക്ക് നമ്മളെ മാറ്റി സംരക്ഷിക്കുവാൻ അനേക സൈന്യങ്ങൾ നമ്മുടെ നാട്ടിൽ എഴുന്നേൽക്കുവാനിടയായി തീരും. എന്നാൽ ഞാൻ ഓർപ്പിക്കുന്ന ഒരു കാര്യം, ഇന്ന് നാം ഈ മുന്നറിയിപ്പുകളെയൊക്കെ നമുക്ക് തരുന്നതിന്റെ യാഥാർത്ഥ്യം എന്തെന്ന് ചോദിച്ചാൽ, വരാനിരിക്കുന്ന ഒരു വലിയ ദുരന്തമുണ്ട്, വരാനിരിക്കുന്ന വലിയൊരു അപകടമുണ്ട്. മനുഷ്യ ജീവിതം ഇനി അഭിമുഖീകരിക്കാൻ പോകുന്ന ഏറ്റവും വലിയ ഭയാനകരമായ ഒരു ദുരന്തമാണ്, അല്ലെങ്കിൽ ഒരു സംഭവമാണ് അത് കർത്താവിന്റെ മടങ്ങിവരവ് എന്ന് പറയുന്നത്. ഇന്ന് റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം തുടങ്ങിയിട്ട് 1 വർഷത്തിലധികമായി എന്ന് നമുക്കറിയാം. അതുപോലെ ഇസ്രായേലും ഹമാസും തന്നെ യുദ്ധം ആരംഭിച്ചിട്ട് മാസങ്ങളായി. അതുപോലെ പല രാജ്യങ്ങളിലും ഇന്ന് പല അനിഷ്ട സംഭവങ്ങൾ നടക്കുകയാണ്. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ നമുക്ക് തരുന്ന ഒരു മുന്നറിയിപ്പ്, ലോകം അതിന്റെ അന്ത്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഇനി മനുഷ്യൻ അഭിമുഖീകരിക്കാൻ പോകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി, വരാനിരിക്കുന്ന 3ാം ലോകമഹായുദ്ധവും അതിനു മുമ്പ് നടക്കാനിരിക്കുന്ന ഉൽപ്രാപണം എന്ന് പറയുന്ന കർത്താവിന്റെ മടങ്ങി വരവാണ്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് വേദപുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു, കാലസംഭവങ്ങളെ അല്ലെങ്കിൽ കാല ചരിത്രത്തെ AD എന്നും BC എന്നും രണ്ടാക്കി തിരിച്ചുകൊണ്ട് ഇന്നേക്ക് 2024 വർഷത്തിനു മുമ്പ് ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചു. മാനവരാശിയുടെ പാപത്തിനും ശാപത്തിനും രോഗങ്ങൾക്കും പരിഹാരമായി തീർന്ന് കാൽവരിയിൽ സ്വന്തം ജീവൻ മനുഷ്യരായ നമുക്ക് വേണ്ടി അർപ്പിച്ച് 3ാം നാൾ മരിച്ച് അടക്കപ്പെട്ട് 3ാം നാൾ നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേൽക്കുവാനിടയായി തീർന്നു. ആ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ താൻ ഇങ്ങനെ പ്രസംഗിക്കുവാനിടയായി തീർന്നു. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അത് ലോകം തരുന്നത് പോലെയല്ല, നിത്യതയോളം നിലനിൽക്കുന്ന സമാധാനമത്രേ. ആ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന സമയത്ത് പറഞ്ഞു, എന്റെ ജീവനെ എന്നിൽ നിന്നും എടുക്കുവാൻ ആർക്കും അധികാരമില്ല. പക്ഷേ ഞാൻ ഈ ഭൂമിയിൽ വന്നത് പാപികളായ മനുഷ്യർക്ക് വേണ്ടി എന്റെ ജീവനെ മറുവിലയായി കൊടുക്കേണ്ടതിനു വേണ്ടിയാണ്. അതുകൊണ്ട് യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞു, ഞാൻ മരിക്കും, മരണശേഷം 3ാം നാൾ ഉയർത്തെഴുന്നേൽക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ പോയതുപോലെ മടങ്ങി വരും. ഒരിക്കൽ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു, യേശുവേ, അങ്ങയുടെ വരവിനും ലോക അവസാനത്തിനും എന്താണ് അടയാളം, ലക്ഷണം എന്ന് ചോദിച്ചു. അന്നേരം കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, രാജ്യം രാജ്യത്തോടും എതിർക്കും, യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും പകർച്ചവ്യാധികളും ഒക്കെ അവിടവിടങ്ങളിലായിട്ട് ഉണ്ടാകും. കള്ളപ്രവാചകന്മാരും കള്ളക്രിസ്തുക്കളും കടന്നു വരും. ഇതൊക്കെ ഒരടയാളമാണ്. പക്ഷെ ഇത് അവസാനമല്ല, ഇത് ഈറ്റുനോവിന്റെ ആരംഭമാണ്. അപ്പൊ എന്തിനു വേണ്ടിയാ? ഇത് അവസാനമല്ല, ഇത് ഈറ്റുനോവിന്റെ ആരംഭമാണ്. മനുഷ്യരായ നമ്മെല്ലാം ഈ മുന്നറിയിപ്പുകളെ കാണുമ്പോൾ ഒരുങ്ങാൻ വേണ്ടിയാണ്. നമുക്കറിയാം, നല്ലൊരു വിവാഹത്തിനു വേണ്ടി നമ്മൾ കടന്നു പോകുമ്പോൾ നല്ല ഡ്രസ് ഇട്ട് നല്ല മേക്കപ്പ് ഒക്കെ ചെയ്ത് നല്ല രീതിയിലാണ് നല്ല രീതിയിൽ ഒരുങ്ങിയാണ് നമ്മൾ ഒരു വിവാഹത്തിന് ആരെങ്കിലും നമ്മളെ ക്ഷണിച്ചാൽ വിവാഹ വിരുന്നിലേക്ക് നമ്മൾ പോകുവാറുള്ളൂ. ഇനി ഏതെങ്കിലും ഒരു ഓഫീസിലേക്ക് ഒരു പ്രത്യേകമായ യാത്ര നടത്തുമ്പോൾ നമ്മൾ ഒരുങ്ങിയാണ് കടന്നു പോകുന്നത്. എന്നാൽ കർത്താവ് പറഞ്ഞു, കർത്താവിന്റെ വരവിന് മുമ്പ് നാം എല്ലാം ഒരുങ്ങേണ്ടത് ആവശ്യമാണ്. അതെങ്ങനെയാണ് ഒരുങ്ങുന്നത്? പൗഡർ ഇട്ടത് കൊണ്ടോ, മതം മാറിയത് കൊണ്ടോ, പേര് മാറിയത് കൊണ്ടോ, വസ്ത്രം മാറിയത് കൊണ്ടോ, അല്ലെങ്കിൽ നാട് മാറിയത് കൊണ്ടോ അല്ല. ആ ഒരുക്കം എന്ന് പറയുന്നത്
മാനവരാശിയുടെ പാപത്തെക്കുറിച്ച് ബോധം വന്ന് ആ പാപത്തിൽ നിന്നും മാനസാന്തരപ്പെട്ട് ഒരു നല്ല സ്വഭാവത്തിന്റെ ഉടമയായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് ആ ഒരുക്കത്തെ കുറിച്ച് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത്. അത് ഒരുങ്ങുവാനുള്ള സമയം അത്തിയെ നോക്കി നിങ്ങൾ ഉപമ പഠിപ്പീൻ. അത് ഈ മരങ്ങളൊക്കെ തളിർക്കുമ്പോൾ നമ്മളൊരു ഉപമ പറയും, വേനൽക്കാലം കഴിഞ്ഞു മഴ വരാറായി. അല്ലെങ്കിൽ ഒരു ഭാഗത്ത് നമ്മൾ പറയും അത് സൂര്യൻ ഉദിക്കുമ്പോൾ അല്ലെങ്കിൽ കാർമേഘം കാണുമ്പോൾ മഴ വരാറായി. അപ്പോൾ പല സിഗ്നലുകൾ നമ്മൾ കാണുമ്പോൾ, പല അടയാളങ്ങൾ കാണുമ്പോൾ നമ്മുടെ ഭാവിയിൽ നടക്കാനിരിക്കുന്ന സംഭവങ്ങൾ നമ്മൾ പറയുവാനിടയായി തീരും. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ലോക അവസാനത്തിന്റെ ലക്ഷണം അല്ലെങ്കിൽ കർത്താവിന്റെ മടങ്ങി വരവിന്റെ ലക്ഷണം എന്തെന്ന് ചോദിച്ചപ്പോൾ യേശു പറഞ്ഞു, അതേ രാജ്യത്തോടും അത് എതിർക്കും, ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും പകർച്ചവ്യാധികളും അവിടെവിടങ്ങളിൽ ഉണ്ടാകും, ജാതിയോട് എതിർക്കും. അപ്പോൾ ഇന്ന് നടക്കുന്ന ഈ സംഭവങ്ങളൊക്കെ കർത്താവ് പറഞ്ഞിരിക്കുന്ന ആ പ്രവചനത്തിന്റെ യാഥാർത്ഥ്യമായിട്ട് നമുക്ക് കാണുവാനായിട്ട് ഇടയായി തീരുന്നു. അങ്ങനെയെങ്കിൽ ഈ ഭൂമി, വിശുദ്ധ വേദപുസ്തകത്തിൽ അപ്പോസ്തലനായ പത്രോസ് പറയുന്നു, ഭൂമി തീക്കായിട്ട് സൂക്ഷിച്ചിരിക്കുന്നു, അതിന്റെ മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയും, ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകുവാനിടയായി തീരും. ഈ കഴിഞ്ഞ നാളുകളിൽ വന്ന സുനാമിയും COVID-19 പകർച്ചവ്യാധികളും ഈ കഴിഞ്ഞ നാളുകളിൽ വന്ന ഈ പ്രകൃതിയുടെ പ്രതിഭാസങ്ങളൊക്കെ നമുക്ക് തരുന്നൊരു മുന്നറിയിപ്പാണിത്. നമുക്കറിയാം, ഒരു രാത്രി നേരം പുലരുന്നതിന് മുമ്പ് കഴിഞ്ഞ നാളുകളിൽ മഴക്കെടുതിയിൽ ചില ഗ്രാമങ്ങൾ തന്നെ നമ്മുടെ കേരളത്തിൽ നിന്നും ഇല്ലാതെയാകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അപ്പോഴൊക്കെ നമ്മൾ ഭയപ്പെട്ടു. നമ്മുടെ പാലക്കാടിലെ മണ്ണാർക്കാട്ടിലും അതുപോലെ നെല്ലിയാമ്പതിയിലും ഒക്കെ മണ്ണിടിച്ചിലുകൾ ഉണ്ടായി. പല പ്രതിഭാസങ്ങൾ, പല അനഷ്ട സംഭവങ്ങളൊക്കെ നമ്മുടെ നാട്ടിലും ഉണ്ടാകുവാനിടയായി തീർന്നു. 2018-19 കാലഘട്ടങ്ങളിലൊക്കെ സൗത്ത് കേരളത്തിലും നോർത്ത് കേരളത്തിലും ജലപ്രളയങ്ങൾ ഉണ്ടായി, വെള്ളപ്പൊക്കങ്ങൾ ഉണ്ടായി. ഇതൊക്കെ നമുക്കൊരു മുന്നറിയിപ്പ് തരികയാണ്. ഇതൊക്കെ വന്നപ്പോൾ നമ്മൾ ഭയപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എന്നാൽ ഇതെല്ലാം എന്തിനാണ് നമുക്ക് ദൈവം കാണിച്ചു തരുന്നത്? നമ്മൾ ഒരുങ്ങുവാൻ വേണ്ടിയാണ്. അങ്ങനെയാണെങ്കിൽ എങ്ങോട്ടാണ് നമ്മൾ അതേ യാത്ര ചെയ്യുന്നത്? എന്തിനു വേണ്ടിയാണ് നമ്മൾ ഒരുങ്ങുന്നത്? നമുക്കറിയാം, ഈ ലോകത്തിലെ മനുഷ്യജീവിതം എന്ന് പറഞ്ഞാൽ 70 ഏറിയാൽ 80 വർഷം വരെ മാത്രമാണ് മനുഷ്യന്റെ ആയുസ് എന്ന് പറയുന്നത്. അത് പണ്ഡിതനാണെങ്കിലും പാമരനാണെങ്കിലും ദരിദ്രനാണെങ്കിലും ധനവാനാണെങ്കിലും കൊട്ടാരമാണെങ്കിലും കുടിലാണെങ്കിലും കറുത്തവനാണെങ്കിലും വെളുത്തവനാണെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ മരണം വഴിയായിട്ട് ഞാനും നിങ്ങളും മാറ്റപ്പെടുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ മരണം കൊണ്ട് എല്ലാം അവസാനിക്കുകയല്ല പ്രിയരെ. മരണം ഈ ഭൂമിയിലെ മനുഷ്യന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നുള്ള, മനുഷ്യന്റെ പ്രവൃത്തിയിൽ നിന്നുള്ള ഒരു വിശ്രമം മാത്രമാണ് മരണം എന്ന് പറയുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും മരിക്കാൻ പേടിയാ. കാരണം എന്താ? ഈ ഭൂമിയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്, ഭൂമിയിലെ പണമാണ് നമ്മൾ കണ്ടിരിക്കുന്നത്, ഈ ഭൂമിയിലെ സമ്പത്തുകളാണ് നമ്മൾ കണ്ടിരിക്കുന്നത്, ഈ ഭൂമിയിലെ അധികാരങ്ങളാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. മറ്റൊന്നും നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഈ ഭൂമിയിൽ നിന്നും മാറ്റപ്പെടുവാൻ നമുക്ക് ഭയമാണ്. അതുകൊണ്ടാണ് മരണത്തെ പലരും പേടിക്കുവാനിടയായി തീരുന്നത്. എന്നാൽ എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ കാണുന്ന ഈ ഭൂമിയോ ഈ ആകാശമോ ഇതൊന്നും ശാശ്വതമല്ല. ഇതൊക്കെ താൽക്കാലികമാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഈ ഭൂമിയിൽ നിന്നും ഞാനും നിങ്ങളും മരണം വഴിയായിട്ട് മാറ്റപ്പെടേണ്ടവരാണ്. അങ്ങനെയാണെങ്കിൽ മരണശേഷം നമ്മൾ എവിടേക്കാണ് എത്തുന്നത്? നമ്മുടെ മുമ്പിൽ 2 സ്ഥലങ്ങളാണുള്ളത്. ഒന്നല്ലെങ്കിൽ നിത്യമായ സ്വർഗം, അല്ലെങ്കിൽ നിത്യമായ നരകം. ഒരു മനുഷ്യനും നരകത്തിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാ ആത്മീയ ഗ്രന്ഥങ്ങളും എല്ലാ മതഗ്രന്ഥങ്ങളും ഒരുപോലെ നരകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും പഠിപ്പിക്കുന്നുണ്ട്. പലരും പഠിപ്പിക്കുന്നത് നന്മ ചെയ്താൽ സ്വർഗത്തിലേക്ക് എത്താനായിട്ട് കഴിയും. പലരും പഠിപ്പിക്കുന്നത് മരണശേഷം പല രീതികളിലായിട്ട് മനുഷ്യൻ ഭൂമിയിൽ ജന്മമെടുക്കുവാനിടയായി തീരും. പല രീതികളിൽ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയട്ടെ, മരണം എന്നുള്ളത് മനുഷ്യന് ദൈവം വെച്ചിരിക്കുന്നതാണ്. ഏത് മനുഷ്യനും അതേ ഭൂമിയിൽ മരിക്കുമെന്നുള്ളത് യാഥാർത്ഥ്യമാ. പക്ഷേ മരണശേഷം ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ആ സ്വർഗരാജ്യം മനുഷ്യന് ശാശ്വതമായ നിത്യമായ അതേ ജീവൻ, നിത്യമായ ഭൂമി, നിത്യമായ വാസസ്ഥലം എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നു: തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം തന്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷ പ്രാപിക്കേണ്ടതിനത്രേ. ന്യായവിധി എന്നതോ
വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തികൾ ദോഷമുള്ളതാകിയാൽ അവർക്ക് ന്യായവിധി വന്നു കഴിഞ്ഞു. അപ്പോൾ മരണശേഷം സ്വർഗമുണ്ട് നരകമുണ്ടെന്ന് ഞാൻ പഠിപ്പിച്ചല്ലോ. ആ നരകത്തിലേക്ക് പോകുവാൻ ആരും ആഗ്രഹിക്കത്തില്ല. എല്ലാവരും സ്വർഗത്തിലേക്ക് പോകുവാനാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആരാണ് സ്വർഗത്തിലെത്തുന്നത്? ആരാണ് നരകത്തിലെത്തുന്നത്? അത് ഈ ഭൂമിയിൽ പണമുള്ളത് കൊണ്ടോ, അല്ലെങ്കിൽ അധികാരമുള്ളത് കൊണ്ടോ, സ്ഥാനമാനങ്ങൾ ഉള്ളത് കൊണ്ടോ, സൗന്ദര്യമുള്ളത് കൊണ്ടോ, ഡിഗ്രികളും വിദ്യാഭ്യാസമുള്ളത് കൊണ്ടോ, ബാങ്ക് ബാലൻസ് ഉള്ളത് കൊണ്ടോ ആരെങ്കിലും സ്വർഗത്തിലേക്ക് പോകുമോ? ആരെങ്കിലും നരകത്തിലേക്ക് പോകുമോ? ആരും നരകത്തിലും സ്വർഗത്തിലും പോകത്തില്ല. പണമുള്ളത് കൊണ്ടും അധികാരമുള്ളത് കൊണ്ടും നമുക്ക് ഡിഗ്രികൾ ഉള്ളത് കൊണ്ടും സ്ഥാനമാനങ്ങൾ ഉള്ളത് കൊണ്ടും ആരും നരകത്തിലേക്കും പോകുമെന്ന് ചിന്തിക്കരുത്. അപ്പോൾ ആരാണ് നരകത്തിലേക്ക് പോകുന്നത്? ആരാണ് സ്വർഗത്തിലേക്ക് പോകുന്നത്? വേദപുസ്തകം പഠിപ്പിക്കുന്ന സ്വർഗത്തിലേക്ക് ഒരു മനുഷ്യന്റെ പ്രവൃത്തികൾ കൊണ്ടോ, കഴിവുകൾ കൊണ്ടോ, പണങ്ങൾ കൊണ്ടോ, പാരമ്പര്യങ്ങൾ കൊണ്ടോ പോകുവാനായിട്ട് കഴിയത്തില്ല. അതിന്റെ കാരണം സ്വർഗം ദൈവത്തിന്റെ സിംഹാസനം, ഭൂമി ദൈവത്തിന്റെ പാദപീഠമാണ്. സ്വർഗം ദൈവത്തിന്റെ സിംഹാസനം, ഭൂമി ദൈവത്തിന്റെ പാദപീഠമാണ്. അപ്പോൾ ഈ ഭൂമി ദൈവം മനുഷ്യന് പാർക്കുവാനായിട്ട് കൊടുത്തിരിക്കുന്നു. അപ്പൊ സ്വർഗം ദൈവത്തിന്റെ സിംഹാസനം, ദൈവം വസിക്കുന്ന ഇടമാണ്. ആ സ്വർഗത്തെ കുറിച്ച് പഠിപ്പിക്കുന്നത് മരണം ഇനി അവിടെ ഇല്ല, ദുഃഖമില്ല, കഷ്ടതയില്ല, മുറവിളിയില്ല, പട്ടിണിയില്ല, ദാരിദ്ര്യമില്ല. അപ്പോൾ അങ്ങനെ സൂര്യന്റെയും ചന്ദ്രന്റെയും വെളിച്ചമില്ലാതെ കുഞ്ഞാടിന്റെ ആ തേജസ്സേറിയ പ്രകാശത്തിൽ രാപ്പകലില്ലാതെ ദൈവത്തോടുകൂടെ വാസം ചെയ്യുന്ന ഒരവസ്ഥ. പുത്തൻ യെരൂശലേം എന്ന് പറയുന്ന ഒരു പുതിയ ഭൂമിയും പുതിയ ആകാശവും അത് ദൈവം തന്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കുവാനിടയായി തീർന്നു. വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്ന ഒരു പുസ്തകം വിശുദ്ധ ബൈബിളിലുണ്ട്. ആ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, 21-ാം അധ്യായത്തിലെ 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഇന്നത്തെ ഈ ആകാശവും ഭൂമിയും ഒക്കെ ഒഴിഞ്ഞുപോയി, പിന്നെ അതിനെ കണ്ടില്ല. എന്നാൽ ഭർത്താവിനായി അലങ്കരിച്ചിരിക്കുന്ന മണവാട്ടിയെ പോലെ സ്വർഗത്തിൽ നിന്നും അണിഞ്ഞൊരുങ്ങി ഇറങ്ങി വരുന്ന പുത്തൻ യെരൂശലേം എന്ന ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ദൈവം നമ്മോടുകൂടെ, അതേ ദൈവം അവരുടെ പിതാവും നാം ദൈവത്തിന്റെ മക്കളുമായിട്ട് ആ മരണമില്ലാത്ത, ദുഃഖമില്ലാത്ത, കഷ്ടതയില്ലാത്ത, മുറവിളിയില്ലാത്ത, പട്ടിണിയില്ലാത്ത, ദാരിദ്ര്യമില്ലാത്ത, മരണമില്ലാത്ത ആ ദേശം, അതാണ് സ്വർഗം എന്ന് പഠിപ്പിക്കുന്നത്. എന്നാൽ നരകമെന്ന് പറഞ്ഞാൽ അത് പാപിയായ മനുഷ്യൻ ശിക്ഷിക്കപ്പെടുന്ന സ്ഥലമാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അതാണ്. നമുക്കറിയാം, ഇന്ത്യയിലേക്ക് നമ്മൾ കണ്ണോടിച്ചു നോക്കിയാൽ ഇന്ത്യയിൽ സുപ്രീം കോടതി മുതൽ മജിസ്ട്രേറ്റ് കോടതി വരെയുള്ള കോടതികളില്ലേ, പല ജഡ്ജിമാർ നമ്മുടെ നാട്ടിലുണ്ട്. പോലീസുകാർ കുറ്റവാളിയെ പിടിച്ച് കുറ്റവാളിയെ ജഡ്ജിയുടെ മുമ്പിൽ ഹാജരാക്കി ജഡ്ജി കുറ്റവാളിയുടെ കുറ്റകൃത്യത്തിനൊത്തവണ്ണം ശിക്ഷ നടത്തും. ശിക്ഷ അനുഭവിക്കുന്ന സ്ഥലമാണ് ജയിലുകൾ, അല്ലെ? നമ്മുടെ കേരളത്തിൽ ഏകദേശം 52-ലധികം ജയിലുകളെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പൊ ഈ ജയിലുകളിലൊക്കെ ശിക്ഷിക്കപ്പെട്ട് കിടക്കുന്നത് ആരാ? ഈ ശിക്ഷിക്കപ്പെട്ട് കിടക്കുന്നത് കുറ്റവാളികളാ. കുറ്റവാളികൾ എന്ന് പറഞ്ഞാൽ ആരാ? കൊലപാതകം നടത്തുന്നവരും, വ്യഭിചാരം നടത്തുന്നവരും, പിടിച്ചുപറിക്കുന്നവരും, മദ്യപിക്കുന്നവരും, മയക്കുമരുന്നും ലഹരികളും ഒക്കെ കള്ളക്കടത്ത് നടത്തുന്നവരും ഉപയോഗിക്കുന്നവരും പാപികളിൽ അല്ലെങ്കിൽ കുറ്റവാളികളിൽ പെട്ടവരാ. പക്ഷെ കുറ്റകൃത്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല, കുറ്റവാളികളാണ് അത് ജയിലറകളിൽ ശിക്ഷിക്കപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഒരു നിയമമുണ്ട്, നമ്മുടെ ഭാരതത്തിൽ ഒരു നിയമമുണ്ട്, ഭാരതത്തിലെ ഇന്ത്യൻ പീനൽ കോഡ്. അപ്പോൾ ഇന്ത്യൻ പീനൽ കോഡ് തെറ്റിക്കുന്നതാണ് കുറ്റം എന്ന് പറയുന്നത്. വണ്ടി ഓടിക്കുമ്പോൾ ഹെൽമറ്റ് വെച്ച് വണ്ടി ഓടിക്കണം എന്നുള്ളത് ഭാരതത്തിലെ ഡ്രൈവിംഗ് നിയമമാണ്. അപ്പോൾ ഈ നിയമം തെറ്റിക്കുന്നത് ശിക്ഷാർഹമാണ്, അത് കുറ്റകൃത്യമാണ്. അപ്പോൾ അങ്ങനെ തുടങ്ങിയ അനേകം നിയമങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പൊ ഈ ഇന്ത്യൻ പീനൽ കോഡിനെ തെറ്റിക്കുന്നത് കുറ്റവാളിയായി തീരുകയാണ്, ശിക്ഷാർഹമാണ്. അവരെയാണ് ജഡ്ജി ശിക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ നരകമെന്ന് പറയുന്ന ജയിലിൽ ശിക്ഷ അനുഭവിക്കുന്നത് ആരാ? സർവശക്തനായ ദൈവം ഈ ഭൂമിയിൽ മനുഷ്യനെ തന്റെ സദൃശത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ച് ഈ ഭൂമിയിൽ ആണും പെണ്ണുമായിട്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ തേജസ്സും ബഹുമാനവും മനുഷ്യനെ അണിയിച്ചു. ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചു. പക്ഷേ ആ ദൈവം സൃഷ്ടികളായ മനുഷ്യർക്ക് നിയമവ്യവസ്ഥകളെ കൊടുത്തു. അപ്പൊ ദൈവത്തിന്റെ നിയമത്തെ തെറ്റിക്കുന്നവരാണ് കുറ്റവാളികൾ. അവരെയാണ് മരണശേഷം അത് ന്യായവിധി നടത്തി ആ നിത്യമായ നരകത്തിൽ ശിക്ഷിക്കുവാനിടയായി തീരുന്നത്. പലപ്പോഴും നമ്മുടെ അറിവില്ലായ്മയിൽ നാം ചെയ്തു പോകുന്ന പാപം
നമ്മളോട് കണക്കിടാതിരിക്കുവാൻ ഈ ഭൂമിയിൽ ആ പാപത്തിന് പരിഹാരം വരുത്തി നമ്മുടെ പാപം സ്വന്തം ചുമലിൽ ഏറ്റെടുത്ത് ചെമ്മട്ടിയാൽ അടിയേറ്റ് കുന്തത്താൽ കുത്തേറ്റ് തലയിൽ മുൾക്കിടം തടയ്ക്കപ്പെട്ടവനായി പുറം ഉഴുവുചാൽ പോലെ കീറപ്പെട്ടവനായി ഏലോഹി ഏലോഹി ലമാ ശബക്താനി ഉറക്കം നിലവിളിച്ചതുകൊണ്ട് തന്റെ പ്രാണനെ കൈവിടുന്ന യേശു കർത്താവിന്റെ മനുഷ്യാവതാരവും കാൽവരിയിലെ യാഗവും നമ്മുടെ അറിവില്ലായ്മയിൽ നാം ചെയ്തു പോയ എല്ലാ കുറ്റകൃത്യങ്ങളുടെയും പാപങ്ങളുടെയും പരിഹാരത്തിന് വേണ്ടിയായിരുന്നു. കാരണം യേശുവിനെ ക്രൂശിച്ചത് എന്തിനാണ്? യേശു ക്രിസ്തുവിൽ വല്ല പാപവും ഉണ്ടായിരുന്നു? യേശുവിനെ 5 കോടതിയിൽ മാറി മാറി വിസ്തരിച്ചു. പക്ഷെ അന്ന് വിസ്തരിച്ച ജഡ്ജിമാരൊക്കെ ഒരുപോലെ പറഞ്ഞു, ഈ മനുഷ്യൻ നീതിമാൻ, ഇവനിൽ മരണകരമായ ഒരു കുറ്റവും നിങ്ങൾ കാണുന്നില്ല എന്ന് വിധി പറഞ്ഞു. അന്ന് വിസ്തരിച്ച റോമൻ ഗവർണറായ പീലാത്തോസ് തന്റെ കൈ കഴുകി, ഈ മനുഷ്യൻ നീതിമാൻ, ഇവന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ലെന്ന് പറഞ്ഞ് കൈ കഴുകി. പക്ഷെ യഹൂദൻ പ്രമാണിമാർ ആക്രോശിച്ചു, അവനെ ക്രൂശിക്കുക എന്ന് പറഞ്ഞു. അതിന്റെ കാരണം എന്താ? യേശു ക്രിസ്തു ജനിക്കുന്നതിന് ഏകദേശം 700 വർഷത്തിന് മുമ്പ് ജീവിച്ചിരുന്ന പ്രവാചകനായ യേശയ്യാവ് ഇങ്ങനെ എഴുതി, അതെ, നമ്മളെല്ലാവരും നമ്മുടെ അകൃത്യങ്ങളാൽ മരിക്കപ്പെട്ടവരായിരുന്നു. നാം എല്ലാം നമുക്ക് ബോധിച്ചതുപോലെ ജീവിച്ചവരായിരുന്നു. ആടുകളെ പോലെ തെറ്റിപ്പോയവരായിരുന്നു. പക്ഷേ നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം കാൽവരിയിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. നമ്മുടെ പാപങ്ങളെ ചുമന്നൊഴിച്ച് അതേ നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ യേശു ക്രിസ്തുവിന്റെ മേൽ ആയി. അതുകൊണ്ട് അറിവില്ലായ്മയിൽ നാം ചെയ്തു പോയ ഏത് പാപമാണെങ്കിലും യെശയ്യാവിന്റെ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, വരുവീൻ, നമുക്ക് തമ്മിൽ വാദിക്കാം. നിങ്ങളുടെ പാപം കടിഞ്ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെണ്മയുള്ളതായി തീരും, രക്താംബരം പോലെ ചുവന്നിരുന്നാലും അത് പഞ്ഞി പോലെ ആയിത്തീരും. അതുകൊണ്ട് ദൈവം പാപികളെ സ്നേഹിക്കുന്നു, പാപത്തെ വെറുക്കുന്നു. മദ്യപാനിയെ സ്നേഹിക്കുന്നു, മദ്യത്തെ വെറുക്കുന്നു. അപ്പോൾ ദൈവം പാപിയായ നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ട് അത് നമ്മളെ തേടി വരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ആരാണ് നരകത്തിലേക്ക് എത്തുന്നത്? ദൈവത്തിന്റെ നിയമത്തെ തെറ്റിച്ച് വചനത്തെ ലംഘിച്ച് ഈ ഭൂമിയിൽ ജീവിക്കുന്നവരാണ് അത് ആ ഭരണശേഷം ശിക്ഷിക്കപ്പെടുവാനിടയായി തീരുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുയേശുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ നിൽക്കേണ്ടവരാകുന്നു. അതുകൊണ്ട് അറിവില്ലായ്മയിൽ ചെയ്തു പോയ പാപങ്ങളെ ശിക്ഷിക്കാതിരിക്കുവാൻ യേശു നമ്മുടെ ശിക്ഷ സ്വന്തം ശരീരത്തിൽ ഏറ്റെടുക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അതുകൊണ്ട് ആ യേശുവിന്റെ കാൽവരി യാഗത്തിൽ വിശ്വസിച്ച് പാപങ്ങളെ ഉപേക്ഷിച്ച് മാനസാന്തരപ്പെട്ട് വേദപുസ്തകം പഠിപ്പിക്കുന്നു, യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ അധികാരം കൊടുക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അതുകൊണ്ട് ആ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഒരുവൻ വെള്ളത്തിനാലും ആത്മാവിനാലും വീണ്ടും ജനിക്കപ്പെടുന്നില്ല എങ്കിൽ അവന് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാനായിട്ട് കഴിയത്തില്ല. ഒരുവൻ വെള്ളത്തിനാലും ആത്മാവിനാലും വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ അവന് ദൈവരാജ്യത്തിൽ സ്വർഗത്തിൽ എത്തുവാൻ കഴിയത്തില്ല. അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിലേക്ക് എത്തുവാനുള്ള ഒരേ ഒരു മാനദണ്ഡം മതം മാറിയതുകൊണ്ടോ പേര് മാറിയതുകൊണ്ടോ നാട് മാറിയതുകൊണ്ടോ അല്ല, മനുഷ്യന്റെ പാപ സ്വഭാവത്തിൽ നിന്നാണ് മനുഷ്യൻ മാറേണ്ടത്. ഒരു നല്ല മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കുന്നുവെങ്കിൽ, മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ, സഹോദരി സഹോദരങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ, കൂട്ടുകാർ ജീവിച്ചിരിക്കുമ്പോൾ, നമ്മളെ കഴിയുന്ന നല്ല പ്രവൃത്തികൾ അവർക്ക് വേണ്ടി ചെയ്യാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ, ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തെ സ്നേഹിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും നമ്മൾ ഭാഗ്യമുള്ളവരാ. ഞാനൊരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കട്ടെ, ഇന്ന് നമ്മുടെ മാതാപിതാക്കളോ സഹോദരങ്ങളോ സ്നേഹിതരോ ബന്ധുമിത്രാദികളോ ആരെങ്കിലും അതേ ദാരിദ്ര്യത്തിലോ കഷ്ടത്തിലോ ഇരിക്കുമ്പോൾ, ദുഃഖത്തിലോ രോഗത്തിലോ വേദനകളിലോ ഇരിക്കുമ്പോൾ അവരെ ചെന്ന് കാണുവാനോ അവരെ ആശ്വസിപ്പിക്കുവാനോ അവരെ സഹായിക്കുവാനോ കഴിയാതെ അവർ മരിച്ചുപോയതിനു ശേഷം അവരുടെ കുഴിമാടത്തിൽ ചെന്നിട്ട് കണ്ണുനീരൊഴുക്കിയത് കൊണ്ടോ അല്ലെങ്കിൽ പൂവിട്ടത് കൊണ്ടോ അതേ പാരമ്പര്യ കർമാചാരങ്ങൾ ചെയ്തത് കൊണ്ടോ അതേ കണ്ണുനീരൊഴുക്കിയത് കൊണ്ടോ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ജീവിച്ചിരിക്കുമ്പോൾ വേണം പ്രായമായ മാതാപിതാക്കളെ അല്ലെങ്കിൽ സഹായിക്കാൻ അർഹതയുള്ളവരെ നമ്മൾ സഹായിക്കുന്നുവെങ്കിൽ അതിൽ നമുക്ക് ദൈവത്തിന്റെ അനുഗ്രഹം ലഭിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു പഠിപ്പിച്ചത് ഇങ്ങനെയാ: കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, പിടിച്ചു പറിക്കരുത്, അന്യന്റെ വസ്തുക്കളെ അപഹരിക്കരുത്, അന്യന്റെ ഭാര്യയെ അപഹരിക്കരുത്,
നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം, നിന്നെ പോലെ തന്നെ നിന്റെ കൂട്ടുകാരനെ സ്നേഹിക്കണം, തമ്മിൽ നിങ്ങൾ സ്നേഹിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരണം. അപ്പോൾ ഒരു മനുഷ്യന്റെ സ്വഭാവത്തിന് മാറ്റം വരണമെങ്കിൽ നാം മനസ്സിലാക്കിയിരിക്കണം, ഇന്നത്തെ ടെക്നോളജികൾ കണ്ടുപിടുത്തങ്ങളൊക്കെ വളർന്നിരിക്കുകയാണല്ലോ. എങ്ങനെയാ ഒരു മനുഷ്യന്റെ സ്വഭാവത്തിന് മാറ്റം വരുന്നത്? ഒരു മനുഷ്യന്റെ സ്വഭാവത്തെ മാറ്റിയെടുക്കുന്ന ഒരു മരുന്നും ഇന്ന് നമ്മുടെ ശാസ്ത്രലോകം കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷേ വേദപുസ്തകം പഠിപ്പിക്കുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി തീരുവാനിടയായി തീരുന്നു. എന്റെ ജീവിതത്തിന്റെ അനുഭവത്തിൽ ഞാൻ പറയട്ടെ, ഞാൻ 1996 കാലഘട്ടം വരെ തൃശൂർ ശക്തൻ തമ്പുരാനിലെ ഒരു കച്ചവടക്കാരനായിരുന്നു. തികച്ചും പാപസ്വഭാവങ്ങൾ കടിമപ്പെട്ട്, ലഹരികൾ കടിമപ്പെട്ട്, എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു കാലഘട്ടത്തിലൂടെ കടന്നുപോയ അനുഭവം എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ എന്റെ പാപ സ്വഭാവത്തിൽ നിന്നും എന്നെ രക്ഷിച്ചത് എന്റെ മാതാവോ എന്റെ പിതാവോ എന്റെ സഹോദരങ്ങളോ എന്റെ പണമോ എന്റെ പാരമ്പര്യമോ കൂട്ടുകാരോ അല്ല. എന്നെ രക്ഷിച്ചത് ഇന്നേക്ക് 2024 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ മാനവരാശിയുടെ പാപത്തിന് പരിഹാരമായി തീരേണ്ടതിനു വേണ്ടി സ്വർഗം വെടിഞ്ഞ് മനുഷ്യനായി അവതരിച്ച് കൽവരിയിൽ യാഗമായി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ആ കർത്താവായ യേശു ക്രിസ്തുവാകുന്ന ആ സുവിശേഷമാണ് എന്റെ സ്വഭാവത്തെ രൂപാന്തരപ്പെടുത്തുവാനിടയായി തീർന്നത്. എന്നെ മാത്രമല്ല, കേരളത്തിലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള 14 ജില്ലകളിലൂടെ നാം ഒന്ന് കണ്ണോടിച്ചു നോക്കിയാൽ എന്നെ പോലെ 100 കണക്കിന് പാപികളായ മനുഷ്യർ ഇന്ന് നല്ല സ്വഭാവത്തിന്റെ ഉടമകളായിട്ട് ജീവിക്കുവാനിടയായി തീരുന്നുണ്ട്. 1980 കാലഘട്ടങ്ങളിൽ നമ്മുടെ കേരളത്തെ നടുക്കിയ വലിയ കൊലപാതകം, കരിക്കൻവില കൊലപാതകം, റിനി ജോർജ് എന്ന പേര്, മദ്രാസ് മോനെന്ന അപരനാമം, ഇന്ന് ബാംഗ്ലൂരിലെ കൊത്തന്നൂരിൽ അദ്ദേഹം നല്ല സ്വഭാവത്തിനുടമയായി ജീവിക്കുന്നുണ്ട്. മരിച്ചുപോയ മുഹമാസന്ദ്രൻ, ഓട്ടോ രാജൻ, അതെ ഇന്ന് ചിങ്ങവനം സുരേഷ് എന്ന് തുടങ്ങി അതെ നമ്മുടെ ചെങ്കൽച്ചൂളയിലുള്ള ഗുണ്ടാ നേതാക്കന്മാരുടെ ലിസ്റ്റുകളൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെയുള്ള 100 കണക്കിന് വ്യക്തികൾ ഇന്ന് നല്ല സ്വഭാവത്തിന്റെ ഉടമകളായി ജീവിക്കുന്നത് ഈ സുവിശേഷത്തിന്റെ സന്ദേശം അവരുടെ കാതുകളിൽ എത്തിയപ്പോഴാണ്. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ നല്ല സ്വഭാവത്തിൽ ജീവിക്കുന്നു എങ്കിൽ അവന് സ്വർഗരാജ്യത്തിലെത്താൻ കഴിയും. അതിന് നമ്മളെ സഹായിക്കുന്നത് അതേ കർത്താവായ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നത്, യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപങ്ങളും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ശകലമല്ല, സകല പാപങ്ങളും. നമ്മുടെ അറിവില്ലായ്മയുടെ കാലഘട്ടങ്ങളിൽ നമ്മൾ എന്തെല്ലാം കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ടോ, എന്തെല്ലാം പാപങ്ങൾ ചെയ്തിട്ടുണ്ടോ, അതെല്ലാം ദൈവത്തോടേറ്റ് പറഞ്ഞാൽ, കർത്താവേ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞാൽ ദൈവം നമ്മുടെ പാപങ്ങളെല്ലാം ക്ഷമിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരുന്നു. ദൈവം നമ്മുടെ കുറ്റകൃത്യങ്ങളെല്ലാം ക്ഷമിക്കുന്നു. കാരണം എന്താ? ദൈവം പാപികളായ നമ്മളെ സ്നേഹിക്കുന്നു, പാപത്തെ വെറുക്കുവാനിടയായി തീരുന്നു. ഒരിക്കൽ യേശുവിന്റെ അടുക്കൽ വ്യഭിചാരകർമ്മത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ കൊണ്ടുവന്നു. യഹൂദന്മാരിൽ പലരും ചേർന്നൊരു സ്ത്രീയെ പിടിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ അടുക്കൽ വന്നു. അപ്പോൾ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത്, ഇങ്ങനെയുള്ള സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ അങ്ങനെയുള്ള വ്യക്തികളെ പിടിച്ചു കഴിഞ്ഞാൽ സാക്ഷികൾ ഉണ്ടെങ്കിൽ കല്ലെറിഞ്ഞ് കൊല്ലണം എന്നുള്ളതാണ് ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത്. യേശുവിനോട് അവർ ചോദിച്ചു, യേശുവേ ഇങ്ങനെയാണ് പ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത്, നീ എന്തു പറയുന്നു? യേശു പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം ഇവിടെ കല്ലെറിയട്ടെ. അവിടെ ആരും കല്ലെറിയാനുണ്ടായില്ല. കാരണം എന്താ? എല്ലാവരും പാപികളായിരുന്നു. പക്ഷെ യേശുവും ആ സ്ത്രീയും തനിച്ച് ശേഷിച്ചപ്പോൾ യേശു ആ സ്ത്രീയോട് ചോദിച്ചു, മകളെ നിന്നെ ആരും വിധിച്ചില്ലേ? നിന്നെ ആരും ശിക്ഷിച്ചില്ലേ? യേശു പറഞ്ഞു, ആ സ്ത്രീ പറഞ്ഞു, ഇല്ല കർത്താവേ. യേശു പറഞ്ഞു, ഞാനും നിന്നെ ശിക്ഷിക്കുന്നില്ല. കാരണം നിന്നെ ശിക്ഷിക്കാൻ എനിക്ക് അധികാരമില്ലാഞ്ഞിട്ടല്ല, ഞാൻ നിന്നെ ശിക്ഷിക്കാൻ വന്നതല്ല, ഞാൻ നിന്നെ രക്ഷിക്കാൻ വന്നതാണ്. നിന്റെ പാപത്തിന് കുറ്റം പറയാൻ വന്നതല്ല, നിന്റെ പാപത്തിന് പരിഹാരം വരുത്താൻ വന്നതാണ്. അതുകൊണ്ട് യേശു പറഞ്ഞു, മകളെ നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു, നീ സമാധാനത്തോടെ പൊയ്ക്കൊള്ളുക. പക്ഷേ ഒരു കാര്യം മാത്രം, മേലിൽ ഇനി പാപം ചെയ്യരുത്, മേലിൽ ഇനി പാപം ചെയ്യരുത് എന്ന് പറഞ്ഞ് യേശു അവളെ ശിക്ഷിക്കാതെ വിട്ടു. അപ്പൊ പാപികളെ യേശു സ്നേഹിക്കുന്നു, പാപത്തെ യേശു വെറുക്കുവാൻ തക്കവണ്ണം ഇടയായി തീരുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയരെ, ആരെങ്കിലും മരണശേഷം ആ നിത്യമായ സമാധാനത്തിൽ സ്വർഗത്തിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വേറൊരു വഴിയുമില്ല. മനുഷ്യൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ച് അവനെ കൈക്കൊണ്ടൊരു നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ അധികാരം കൊടുത്തു. അതുകൊണ്ട് നിങ്ങൾ നിൽക്കുന്ന നിൽപ്പിൽ, ഇരിക്കുന്ന ഇരിപ്പിൽ ഒരു വാക്ക് ചിന്തിക്കാമോ?
ഇന്ന് നമ്മുടെ ലോകം അവസാനിച്ചാൽ, ഭൂമിയും ആകാശവും മാറ്റപ്പെട്ടാൽ, അല്ല കർത്താവ് വന്നാൽ നമ്മുടെ നിത്യത എവിടെയായിരിക്കും? നരകത്തിലായിരിക്കുമോ? സ്വർഗത്തിലായിരിക്കുമോ? സ്വർഗത്തിലാണെന്ന് ഉറപ്പുള്ളവർ എത്ര പേരുണ്ട്? നമ്മുടെ പാപത്തിന് കർത്താവ് മോചനം തന്നു എന്ന് ഉറപ്പുള്ളവർ എത്ര പേരുണ്ട്? ഒരു നല്ല സ്വഭാവത്തിൽ ഞാൻ ജീവിക്കുന്നു എന്ന് ഉറപ്പുള്ളവർ എത്ര പേരുണ്ട്? ഇല്ല എങ്കിൽ നിങ്ങൾ നിരാശപ്പെടണ്ട. നിങ്ങൾക്ക് അതിനുള്ള ഒരു അവസരമാണ് ഈ സന്ധ്യാസമയത്ത് ദൈവം തന്നിരിക്കുന്നത്. നിങ്ങൾ പണം കൊടുത്തോ, വെള്ളി കൊടുത്തോ, പൊന്നി കൊടുത്തോ, അല്ല ഇനി അത് സമയങ്ങൾ കാത്തിരിക്കേണ്ട. നിങ്ങളായിരിക്കുന്ന ഇരിപ്പിരുന്നു കൊണ്ട് ഒരു വാക്ക് ദൈവത്തോട് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? കർത്താവേ, ഞാനൊരു പാപിയാണ്, എന്റെ പാപത്തെ എന്നോട് ക്ഷമിക്കണമേ, എന്റെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടി അങ്ങ് കാൽവരിയിൽ യാഗമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുവേ, എന്നെ ചേർക്കുവാൻ അങ്ങ് മടങ്ങി വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മരണശേഷമുള്ള ആ നിത്യമായ സ്വർഗത്തിൽ ഞാൻ എത്തണമെന്ന് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് കർത്താവേ, അങ്ങയുടെ മടങ്ങി വരവെങ്കിൽ ഞാനും അങ്ങയോടുകൂടെ കാണപ്പെടുവാൻ ആഗ്രഹിക്കുന്നു. എന്റെ പാപം എന്നോട് ക്ഷമിക്കണമേ, അങ്ങന്റെ ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവുമായി കടന്നു വരണമേ എന്ന് ആര് പ്രാർത്ഥിക്കും, അവിടെ ഹൃദയത്തിൽ കർത്താവ് കടന്നു വരും. നിങ്ങളുടെ ഉള്ളിൽ ദൈവിക സമാധാനം ഉണ്ടാകും. സന്തോഷമില്ലാതെ, സമാധാനമില്ലാതെ, നിരാശയുടെ പടുക്കുഴിയിൽ നിങ്ങൾ ഭാരപ്പെടുകയാണോ? ശാരീരിക രോഗത്താൽ നിങ്ങൾ ഭാരപ്പെടുകയാണോ? തലമുറയെ കുറിച്ച് നിങ്ങൾ ആവലാതിപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ? ഇന്ന് രാത്രിയിൽ ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിക്കൂ. ദൈവം നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുവാനിടയായി തീരും. അതുകൊണ്ട് ആ കർത്താവ് നമ്മളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി ഇറങ്ങി വന്നവൻ. യേശു പറഞ്ഞു, ഞാൻ പോയതുപോലെ മടങ്ങി വരും. ആ കർത്താവിന്റെ മടങ്ങി വരവിന്റെ ലക്ഷണങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ സന്ധ്യാസമയത്ത് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നതിന് മുമ്പേ ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ. ഇന്ന് ആ സമാധാനം ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ആ സന്തോഷം ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? എന്റെ വാക്കുകളെ ഞാൻ ഇവിടെ ഉപസംഹരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അത് നമുക്ക് പൊന്നു കൊടുത്തോ വെള്ളി കൊടുത്തോ ഒന്നും വാങ്ങിക്കാൻ കഴിയത്തില്ല. നമുക്കറിയാം, പണം കൊടുത്താൽ പലതും നമുക്ക് വാങ്ങിക്കാം. പല നിലകളുള്ള കെട്ടിടങ്ങൾ കെട്ടിപ്പടുക്കാം. AC റൂമുകൾ നമുക്ക് കെട്ടിയെടുക്കാം. നല്ല മെത്തകൾ വാങ്ങിച്ചിടാം. വീടിന്റെ ഉള്ളിൽ കിടന്നുറങ്ങണം. ഈ സമാധാനം വേണ്ടേ? ഈ സമാധാനം എത്ര ലക്ഷം കൊടുത്താലും നമുക്ക് ലഭിക്കത്തില്ല. ഇതെവിടെയാ കിട്ടുന്നത്? കർത്താവ് പറഞ്ഞു, ഒരു പൈസ പോലും നിങ്ങൾ തരേണ്ട, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. അത് ലോകം തരുന്നത് പോലെയല്ല. മദ്യമോ മയക്കുമരുന്നോ ലഹരികളോ പാപ സ്വഭാവങ്ങൾ തരുന്നത് പോലെയല്ല. എന്റെ സമാധാനം നിത്യതയോളം നിലനിൽക്കുന്ന സമാധാനം അത്രേ. ആ സമാധാനം എത്ര പേർക്ക് വേണം? ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളായിരിക്കും നിൽപ്പിൽ നിന്നുകൊണ്ട് ഒരു വാക്ക് ദൈവത്തോട് പറയാമോ? ദൈവമേ, ഞാൻ വിശ്വസിക്കുന്നു അങ്ങന്റെ പാപത്തിന് പരിഹാരം ലഭിക്കാൻ തരേണ്ടതിനു വേണ്ടി ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചു. എനിക്ക് വേണ്ടി കാൽവരിയിൽ യാഗമായി എന്നെ ചേർക്കുവാൻ മടങ്ങി വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുവേ, ഈ ഭൂമി ശാശ്വതമല്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ ആകാശം ശാശ്വതമല്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ ഭൂമിയിൽ ഒന്നും ശാശ്വതമായി എനിക്കില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നാൽ എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ സ്വർഗ രാജ്യത്തിലെ അവകാശം പ്രാപിക്കുവാൻ എന്നെ ഞാൻ സമർപ്പിക്കുന്നു. എന്റെ ഹൃദയത്തിൽ അങ്ങ് കടന്നു വരണമേ. എന്റെ ഉള്ളിൽ സമാധാനം നൽകണമേ. എന്റെ കുടുംബത്തിൽ സമാധാനം നൽകണമേ. എന്റെ ശരീരത്തിൽ രോഗസൗഖ്യങ്ങൾ കർത്താവ് നൽകണമേ. അങ്ങയുടെ കരങ്ങളിൽ എന്നെ സമർപ്പിക്കുന്നു. അങ്ങയെ ഞാൻ എന്റെ ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നു. ആ ജീവന്റെ പുസ്തകത്തിൽ എന്റെ പേര് കൂടെ ഒന്ന് എഴുതണമേ. ദൈവിക സമാധാനം എന്റെ ഹൃദയത്തിൽ അങ്ങ് പകരണമേ. ദൈവം എന്റെ പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. നിങ്ങൾ ആരെങ്കിലും പ്രാർത്ഥിച്ചെങ്കിൽ ആരും അറിയത്തില്ല, ദൈവം നിങ്ങളെ അറിയുന്നു. നിങ്ങളുടെ ഹൃദയത്തിൽ സമാധാനം കടന്നു വരും. കൂടുതൽ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ പുതിയ നിയമ ബൈബിളിന്റെ പ്രതികളുണ്ട്. വാഹനത്തെ സമീപിച്ചാൽ ഞങ്ങളത് സൗജന്യമായിട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു, സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു, സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു, സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു. നിങ്ങൾ സാമ്പത്തിക തകർച്ചയിലാണോ? ശാരീരിക രോഗത്തിലാണോ? സമാധാനം സന്തോഷമില്ലാതെ ഭാരപ്പെടുന്നവരാണോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ, നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രാർത്ഥന ആവശ്യമാണെങ്കിൽ ധൈര്യമായിട്ട് ഞങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരിക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവിക സമാധാനം ദൈവം നിങ്ങളുടെ മേൽ പകരുമാറാകട്ടെ. ഈ ദേശത്തിന് വേണ്ടി ഇപ്പോൾ ലിസി ഒരു വാക്ക് പ്രാർത്ഥിക്കും.
പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ ഞങ്ങളുടെ നല്ല പിതാവേ, ഈ ദേശത്തെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ദേശം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയാക്കണമേ. പ്രവാചകൻ ശ്രവിച്ച സകല ജീവിതങ്ങളെ പിടിപ്പിക്കപ്പെടുവാൻ രക്ഷ പ്രാപിപ്പാൻ എന്റെ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളുടെ രോഗങ്ങളിലും ഭാരങ്ങളും പ്രയാസങ്ങളും അവരെ വിടിവിക്കുമാറാകണമേ. നിരാശയിലും രോഗത്തിലുമായിരിക്കുന്നവരെ കർത്താവ് വിടിവിക്കണമേ. സമാധാനമില്ലാത്തവർക്ക് സമാധാനം കൊടുക്കുമാറാകണമേ. മദ്യപാന ചിന്തയിൽ ആത്മഹത്യ ചിന്തയിലായിരിക്കുന്ന ജീവിതങ്ങളെ കർത്താവ് വിടിവിക്കുമാറാകണമേ. പ്രത്യേക കുഞ്ഞുങ്ങളെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഈ വർഷത്തിന്റെ ആരംഭത്തിൽ ഇന്ന് കർത്താവ് സ്കൂൾ തുറക്കുവാൻ ഇടയാക്കിയല്ലോ. നാളെ കർത്താവ് ഈ ഒരു വർഷക്കാലം പഠിക്കാൻ ആവശ്യമാവുന്ന ബുദ്ധിയും അറിവും ജ്ഞാനവും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർ കടന്നു പോകുമ്പോൾ യാത്രകളിൽ കൂടെ ഇരിക്കണമേ. ആപത്തുകൾ അനർത്ഥങ്ങൾ ഒന്നും ഉണ്ടാകാതെ എല്ലാ കുഞ്ഞുങ്ങളും നന്നായി പഠിച്ച് നല്ല മാർക്ക് മേടിച്ച് അവരുടെ ഭാവി ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഈ ദേശം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. പകർച്ചവ്യാധികളിൽ നിന്ന്, രോഗങ്ങളുടെ പ്രയാസങ്ങളിൽ നിന്ന് ജനത്തെ വിടുവിക്കുമാറാകണമേ. എല്ലാ കുടുംബസ്ഥരെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കുടുംബ ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും ഐക്യതയും സ്നേഹവും ഉണ്ടാകുവാൻ എന്റെ കർത്താവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ ദേശത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവിടെ നിന്ന് അനേക നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങപ്പെടുവാൻ എന്റെ കർത്താവ് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിന്റെ നമ്മുടെ നാമത്തിൽ കൃപ തോന്നി കേൾക്കുന്ന സ്വർഗ്ഗീയ പിതാവേ, ആമേൻ.